ഹായ് ഹലോ വെൽക്കം ടു കാഡ് ലെസൺസ്. ഇന്ന് ഒരു എൻജിൻ വാൽവ് സോളിഡ് വർക്സിൽ ഡിസൈൻ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് സോളിഡ് വർക്സ് ഓപ്പൺ ചെയ്യുന്നു. ഫയലിൽ ന്യൂ പാർട്ട് ഫയൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. യൂണിറ്റ് GS ആയിട്ട് സെറ്റ് ചെയ്യാം. റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്ത് സ്കെച്ച് കൊടുക്കുന്നു. ഒറിജിനിൽ നിന്ന് ഒരു സെൻറ്റർ ലൈൻ താഴേക്ക് വരയ്ക്കുകയാണ്. ഒരു സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ ഡയമെൻഷൻ 120 mm കൊടുക്കുന്നു. കോർണർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഒറിജിനിൽ നിന്ന് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഡയമെൻഷൻ ഇപ്പോൾ തന്നെ കൊടുക്കാം. 4.1 3.8. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് എല്ലാ ഷേപ്പുകളും ഇതുപോലെ കോർണർ റെക്റ്റാങ്കിൾ തന്നെയാണ് വരയ്ക്കുന്നത്. ഡയമെൻഷൻസിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഗൈൻ ഒരു റെക്റ്റാങ്കിൾ കൂടെ വരച്ചു. അതിൻ്റെ ഡയമെൻഷൻ 3.6 1.2. അഗൈൻ വീണ്ടും ഒരു കോർണർ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ എൻഡിൽ നിന്നാണ് മറ്റൊരു റെക്റ്റാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഡയമെൻഷൻ 4.1 2 mm. ഓക്കെ. അഗൈൻ വീണ്ടും ഒരു കോർണർ റെക്റ്റാങ്കിൾ 3.6 3. യെസ് 3 mm. അഗൈൻ വീണ്ടും ഒരു കോർണർ റെക്റ്റാങ്കിൾ 4.1. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിളാണ്. സൈഡ് ലെങ്ത് വരുന്നത് 85 ആണ്. 85. ഓക്കെ. താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അഗെയിൻ വീണ്ടും ഒരു കോർണർ റെക്റ്റാങ്കിൾ 4.5 6.5. യെസ്. ഇനി ബാക്കിയുള്ള ഭാഗം ലൈൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. അതിനായിട്ട് ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. റെക്റ്റാങ്കിളിൻ്റെ എൻഡിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരച്ചു. ചെറുതായിട്ടൊന്ന് ഇൻക്ലൈൻ ചെയ്തൊരു ലൈൻ വരച്ചു. വീണ്ടും മുകളിലെ ലൈനിന് പാരലായി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഡയമെൻഷൻ ടൂൾ എടുക്കുന്നു. 11.5 എന്നുള്ളൊരു ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി ടോട്ടൽ ഹൈറ്റ് മാർക്ക് ചെയ്യാണ്. ദാറ്റ് ഈസ് 117.5 117.5 എന്നുള്ളൊരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. ടോട്ടൽ ഹൈറ്റ് മുകളിലെ ഒറിജിൻ തൊട്ട് നമ്മൾ അവസാനമായിട്ട് വരച്ച ലൈനിൻ്റെ എൻഡ് വരെയുള്ള ലെങ്ത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് 117.5. ഇനി താഴെയുള്ള ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 18.75. യെസ്. ഇനി ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഇൻക്ലൈൻഡ് ലൈനിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 45 ഡിഗ്രി 45 ഡിഗ്രിയിൽ അതിൻ്റെ ഇൻക്ലിനേഷൻ സെറ്റ് ചെയ്യും. മുകളിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 3 പോയിന്റ് ആർക്കാണ് യൂസ് ചെയ്യുന്നത്. 3 പോയിന്റ് ആർക്ക് യൂസ് ചെയ്തു. സ്റ്റാർട്ട് എൻഡ് ഈ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുക. അതിൻ്റെ റേഡിയസ് 11.5 ആയിട്ട് സെറ്റ് ചെയ്യുക. സ്മാർട്ട് ഡയമെൻഷൻ 11.5.
11.5. യെസ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനുള്ളിലൊരു താഴെയായിട്ടൊരു ചെറിയൊരു സ്പെറിക്കൽ കട്ടിംഗ് ഉണ്ട്. അത് അടുത്ത സ്കെച്ചിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ സ്കെച്ച് ഐസോമെട്രിക് വ്യൂവിലേക്ക് മാറ്റാം. അതിനുശേഷം ഫീച്ചേഴ്സിൽ റിവോൾഡ് ബോസ് ബേസ് എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നു. നമ്മൾ ആദ്യം വരച്ച ലൈനിനെ സെൻട്രൽ ലൈനായിട്ട് ബേസ് ചെയ്തിട്ട് റിവോൾവ് ചെയ്യാണ് ആക്സിസ് ഓഫ് റെവല്യൂഷൻ. ആദ്യം വരച്ച 120 mm സെൻട്രൽ ലൈൻ സെലക്ടഡ് കോണ്ടൂർ സെലക്ട് ചെയ്ത് ഓരോ റെക്റ്റാങ്കിൾസും നമ്മൾ വരച്ച ഓരോ റെക്റ്റാങ്കിൾസും ഷേപ്സും 1 by 1 ആയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. റിവോൾവിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ഒരു സ്പെറിക്കൽ കട്ടിംഗ് ആണ് ചെയ്യാനുള്ളത്. വീണ്ടും റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്ത് സ്കെച്ച് സെലക്ട് ചെയ്തു. നോർമലിലേക്ക് വെച്ചു. താഴെയുള്ള പോയിന്റിൽ നിന്ന് മിഡ് പോയിന്റിൽ നിന്ന് ഒരു സെൻട്രൽ ലൈൻ വരച്ചു. മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല. സർക്കിൾ ടൂൾ എടുത്തു. ഈ സെൻട്രൽ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് സർക്കിള് വരയ്ക്കുകയാണ്. കൺവേർട്ട് എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ചിട്ട് നേരത്തെ വരച്ച ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും ബോട്ടം ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ലൈൻ മുൻപത്തിലെ സ്കെച്ചിൽ നിന്ന് ഇപ്പോഴുള്ള രണ്ടാമത്തെ സ്കെച്ചിലേക്ക് വരും. അതിനു വേണ്ടിയിട്ടാണ് കൺവേർട്ട് എൻറ്റിറ്റീസ് യൂസ് ചെയ്യുന്നത്. ആ ലൈൻ ഇതിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ട്രിം എൻറ്റിറ്റീസ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ട്രിം ചെയ്യുന്നു. സർക്കിളിൻ്റെ ഔട്ടർ പാർട്ട്, അതേപോലെ ലൈനിൻ്റെ ഔട്ടർ പാർട്ട്. സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ആർക്കിൻ്റെ ലെങ്ത് നൽകുകയാണ്. ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16.5 ആണ്. യെസ്. ഇനി ആർക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 18 ആണ്. 18. ഓക്കെ. ഇനി വീണ്ടും ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ വരച്ച് ചേർക്കുന്നു. ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും. ഒരു ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ട്രിം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡയമെൻഷൻ മിസ്സായതുകൊണ്ടാണ് അവിടെ ബ്ലൂ ലൈൻ വന്നത്. അതുകൊണ്ട് ആ ലൈൻ ഒന്നും കൂടെ ഡയമെൻഷൻ ചെയ്യാണ്. ദാറ്റ് ഈസ് 8.25. ഐസോമെട്രിക് വ്യൂവിലേക്ക് ഇടുന്നു. കട്ടിങ് കാണാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് വെക്കാം. റിവോൾഡ് കട്ട് എന്നുള്ള ടൂൾ ഉപയോഗിച്ച് ആദ്യം വരച്ച സെൻട്രൽ ലൈനിനെ ബേസ് ചെയ്ത് ആക്സിസായി എടുത്ത് റിവോൾഡ് കട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കട്ടിങ് വന്നതായിട്ട് കാണാം. അഗൈൻ മുകളിലായിട്ട് ഒരു ചെറിയൊരു ചാംഫർ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഹാഫ് സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഹാഫ് സെക്ഷൻ ചെയ്ത സമയത്ത് ഒരു കട്ട് ചെയ്ത പോർഷൻ, സ്പെറിക്കൽ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെക്ഷൻ ഓഫ് ചെയ്യാം. വീണ്ടും ഐസോമെട്രിക് വ്യൂവിലേക്ക് വന്നു. അഗൈൻ മുകളിലായിട്ട് ഫില്ലർ ടൂളിൻ്റെ ഉള്ളിലായിട്ട് ചാംഫർ ടൂൾ ഉണ്ട്. ചാംഫർ ടൂൾ സെലക്ട് ചെയ്തു. ചാംഫർ ലെങ്ത് 1 ആംഗിൾ 45 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. 1 and 45 ആംഗിൾ. ആ ടോപ്പ് സർക്കിൾ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ ചാംഫറിങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ട്യൂട്ടോറിയൽ ഓവറോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.